ഡാഡി, let me tell you, Daddy. No. നീ ഒന്നും പറയണ്ട. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയല്ല. കാരണം നീ മമ്മിയുടെ മോളല്ലേ. അപ്പൊ ആ വാസന കുറെയൊക്കെ നിനക്ക് കാണും. ഡാഡിക്ക് അറിയില്ല, ഗോപിക്ക് കോളേജിൽ എത്ര ഫാൻസ് ആണെന്നോ. ഗോപിയുടെ പ്രസംഗം ഉണ്ടെന്ന് അറിഞ്ഞ മൈ ഗോഡ്, ഓഡിറ്റോറിയം ഫുള്ളായിരിക്കും. ഇന്നത്തെ കാലം അങ്ങനെയാ മോളെ. ഇവിടെ പൊളിറ്റിക്കൽ ഫ്രോഡുകൾക്കേ സ്ഥാനമുള്ളൂ. അതെ, നീ പറഞ്ഞ ഈ ഗോപി കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് ചുരുങ്ങിയ പക്ഷം ഒരു 4 പ്രാവശ്യമെങ്കിലും കാലം മാറിയിട്ടില്ലേ? അയാൾ ഇപ്പോഴും വിദ്യാർത്ഥിയായിട്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? മുതലെടുക്കാൻ. എന്നയാളുടെ വിദ്യാർത്ഥി ജീവിതം അവസാനിക്കുന്നു, അന്നയാളുടെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കും. ഡാഡി ഒന്നും പറയണ്ട, ഞങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞതാ. ഇത്തവണ ഗോപി തന്നെ പ്രസംഗിക്കണം. ഡാഡി ഒന്ന് ഫോൺ ചെയ്യണം പ്ലീസ്. ഹലോ, ഗോപിയല്ലേ? ആ, ഞാൻ നേരത്തെ വിളിച്ചിരുന്നു. ഒന്നില്ലെങ്കിൽ ഒന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടിയാ, ഒരു പ്രസംഗത്തിന്. അല്ല, എന്റെ മകളുടെ കോളേജില് ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന്. ഒന്നും പേടിക്കണ്ട, അവിടെ എല്ലാം പെൺകുട്ടികളാ. ഓ കൊടുക്കാമല്ലോ. ഹലോ, ഞങ്ങൾ ഇൻവിറ്റേഷൻ കാർഡ് അയച്ചിരുന്നല്ലോ. ഞാൻ കണ്ടിരുന്നു. പക്ഷേ ഞാൻ സാധാരണ പാർട്ടി മീറ്റിങ്ങുകൾക്കേ പോകാറുള്ളൂ, പുറത്തെങ്ങും പോയി പ്രസംഗിക്കാറില്ല. ഡാഡി പറഞ്ഞില്ലേ നല്ല ഓഡിയൻസ് ആണെന്ന്. അല്ല, പെണ്ണുങ്ങളുടെ കോളേജാണെങ്കിലും ഇന്നത്തെ കാലത്ത് അവിടെയൊക്കെ പോയി പ്രസംഗിക്കാന്ന് വെച്ചാൽ സംഗതി ആത്മഹത്യപരമാണല്ലോ. മിസ്റ്റർ ഗോപി തന്നെ വരണം, കാരണം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യാണ്. അല്ല, നിങ്ങൾ ഡാഡിയും മോളും കൂടെ തന്നെ വല്ലാതെ കുഴപ്പിക്കുകയാണല്ലോ. ഏതായാലും നിങ്ങളെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വരാൻ ശ്രമിക്കാം. മിസ്റ്റർ ഗോപി ദയവായി ഒഴിയരുത് പ്ലീസ്. അല്ല, വരാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ. എങ്ങനെയാ ഇങ്ങനെ ഒഴിക്കുന്നേ? ഒഴിച്ചു പഠിക്കണം. ഞാനൊന്ന് ഒഴിച്ചു നോക്കട്ടെ. എന്നാ ഈ ചൂടുവെള്ളത്തിൽ ഒഴിച്ചു പഠിക്കേ. അയ്യോ, സ്കൂളിൽ ചായ കൊടുത്തില്ല. അയ്യോ, ഇന്നലെ വണ്ടി വന്ന ആ സ്റ്റീൽ ബാഡി ആരാ? അയാള് ഭയങ്കര ചട്ടമ്പിയാ. 2 തവണ കുത്തിവെച്ച് ജയിലിൽ പോയതാ. അയാളെവിടെ എല്ലാവർക്കും പേടിയാ. റസീനയ്ക്ക? എനിക്കും അതെ. അയാൾ ചില ദിവസം ഇവിടെ വരും, മൂക്കറ്റം കുടിച്ചിട്ടാ വരുന്നേ. പിന്നെ പുകിലാ. അയാളോട് വരണ്ടാന്ന് പറയണം. അയ്യോ, അത് പറയാനൊക്കൂല. ഈ കടയിരിക്കുന്നത് അയാളുടെ സ്ഥലത്താ. അയാളുടെ നോട്ടം കണ്ടാ തന്നെ എനിക്ക് പേടിയാ. എന്നാ മിണ്ടണ്ട, എനിക്കും അയാളെ കണ്ടപ്പോഴേ പേടിയായി. അയാള് കയ്യെങ്ങാനും വീശി ഒന്ന് അടിച്ച കാര്യയിരുപ്പതാ. നമ്മുടെ സ്ത്രീകൾ വഹിച്ചിട്ടുള്ള പങ്ക് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്നുള്ള നമ്മുടെ സങ്കല്പത്തിനെ സാക്ഷാത്കരിക്കത്തക്ക വിധത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഇനിയും ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. വർണ്ണപ്പകിട്ടാർന്ന വസ്ത്രങ്ങളിലും വിലമതിക്കാനാവാത്ത ആഭരണങ്ങളിലുമുള്ള നമ്മുടെ സ്ത്രീകളുടെ അതിര് കടന്ന ഭ്രമം സത്യത്തിൽ അപകടകരമാണ്. ഞാനിത് പറയുമ്പോൾ എങ്ങനെയുണ്ട് മമ്മി ഗോപിയുടെ സ്പീച്ച്? ഫാന്റാസ്റ്റിക്, റിയലി ഫാന്റാസ്റ്റിക്. ഡാഡി എന്ത് പറയുന്നു? എനിക്കൊന്നും പറയാനില്ല. നിന്റെയും മമ്മിയും പോലെ കുറെ പേരില്ലായിരുന്നെങ്കിൽ ഈ ഗോപിയെ പോലുള്ള ഒരു വെള്ളം കുടിക്കാതെ ചത്തേനെ. ഈ നാട്ടിൽ അധ്വാനിക്കുന്ന വർഗത്തിന്റെ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാനുള്ള സന്നദ്ധതയെങ്കിലും യുവതലമുറയിൽപ്പെട്ട നിങ്ങൾ കാണിച്ചേ പറ്റും. സിനിമാശാലകളിലും
ബ്യൂട്ടി പാർലറുകളിലും നിങ്ങൾ ചെലവഴിക്കുന്ന സമയങ്ങൾ Don't bluff, Bindu. Don't bluff. It's funny. കേട്ടോ ട്രീസ, സംഗതി പുലിവാലായെന്നാ തോന്നുന്നേ. നമ്മുടെ വിമൻസ് ക്ലബിന്റെ ഉദ്ഘാടനത്തോടു കൂടി ബിന്ദുവിന് ഒരു പുതിയ ബോയ് ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ആരത്? ഗോപി. ഏത് ഗോപി? നമ്മുടെ സ്റ്റുഡന്റ് ലീഡർ ആണോടി? That I don't know, but his staring look, I like it. His way of talking, smile, I love it. Dede, മണിയമ്പിള്ള അടുത്ത് നിൽപ്പുണ്ടേ. So what? He's a fool. അല്ലടാ. ശേഖരേ, മണിയമ്പിള്ളത്തിന് സ്ട്രോങ് ചായ കൊണ്ടുവന്നേ. അല്ല മണിയമ്പിള്ളേ, ഈ കത്ത് ബിന്ദു തന്നെ എഴുതി തന്നയച്ചതാ? സാറിന്റെ കൈ മാത്രമേ തരാവൂന്ന് പറഞ്ഞു. ഇതിനുള്ള മറുപടിയും വാങ്ങിച്ചോണ്ടുവരാൻ പറഞ്ഞു. ഞാനിപ്പോ വരാം. മണിയമ്പിള്ള, മണിയമ്പിള്ള പ്രത്യേകം സൂക്ഷിക്കണം. ഇത് ബിന്ദുവിനെ മാത്രമേ ഏൽപ്പിക്കാവൂ. തന്നെയല്ല, ഏൽപ്പിക്കുമ്പം വേറെ ആരും കാണുകയരുത്. മണിയമ്പിളെ, ഇത് വെച്ചോളൂ. എന്തിനാ സാറേ? വെറുതെ കയ്യിലിരിക്കട്ടെ. ഇത് കൈക്കൂലിയാ, കൈക്കൂലി മേടിച്ചൂടാ. ഇത് കൈക്കൂലൊന്നും അല്ലെന്ന്. ഇത് പിന്നെ സാറിന്റെ ഒരു സന്തോഷം. സാറ് കള്ളം പറയാ. ഇത് കൈക്കൂലിയാ, ഞാൻ കൈക്കൂലി മേടിക്കില്ല. എന്തുവാണ് അവിടെ വായി നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ഇവിടെ വന്നേ. നിനക്ക് ഡ്രസ് അയൺ ചെയ്യാൻ അറിയാമോ? നിനക്ക് ഉടുപ്പ് ഇസ്ത്രി ഇടാൻ അറിയാമോ എന്ന്? അയ്യ, എന്ത് എളുപ്പമാണ് തീർന്നു. ഇല്ലാതെ കാണിച്ചാൽ മതിയല്ലോ. വേട, എന്റെ മാത്സ് ഒന്ന് തേച്ചതാ. എനിക്ക് ഉടനെ കോളേജിൽ പോകാനുള്ളതാ. ഇന്നു മുതൽ എറണാകുളം പട്നയിൽ പ്രദർശനം ആരംഭിക്കുന്നു. ഇഷ്ടമാണ് പക്ഷേ. തെന്മാത്തൻ ഫിലിംസ് അവതരിപ്പിക്കുന്ന വർണ്ണചിത്രം ഇഷ്ടമാണ് പക്ഷേ. സുകുമാരൻ, അംബിക, ശങ്കരാടി, ടിയാവമന, വേണു നാഗവള്ളി എന്നിവർ അഭിനയിച്ച അതിമനോഹരമായ ഒരു വർണ്ണചിത്രം ഇന്നു മുതൽ പ്രദർശനം ആരംഭിക്കുന്നു. ഇഷ്ടമാണ് പക്ഷേ. ഞാൻ ഇവിടെ വിട്ടു പോവുക റസീന. എന്തിന്? ഈ നാട് കൊള്ളത്തില്ല. എന്റെ നാടാ നല്ലത്. അവിടെ എല്ലാവർക്കും എന്നെ എന്ത് കാര്യമാണെന്നറിയാമോ? പോയാ ഞാനൊരു പുതിയ ആളായി ജീവിക്കും. ഇനി എന്നെ ആർക്കും മട്ട് കളിപ്പിക്കാനൊക്കെയല്ല. ഞാൻ ജോലി ചെയ്ത് ജീവിക്കും. എന്നിട്ട് ജോലി ചെയ്താൽ എങ്ങനെയായാലും ഞങ്ങളുടെ നാട്ടിൽ 10 രൂപ കിട്ടും. എല്ലാ ചെലവും കൂടി 7 രൂപയായാലും ബാക്കി 3 രൂപ ഉണ്ടേ. ഇഷ്ടം പോലെ സിനിമ കാണാവേ. അപ്പൊ ഞാൻ എന്റെ കൂടെ വാ. വന്നാ എന്റെ കൂടെ താമസിക്കാം. വരുന്ന ആരേലും ചോദിച്ചാ എന്ത് പറയും? ആരേലും ചോദിച്ചാ